പൂങ്കുന്നം ഹരിനഗറിലെ കാട്ടൂക്കാരൻ വീട്ടിൽ നിന്ന് പുലർച്ചെ 4-ന് ഓട്ടോയിൽ പുറപ്പെടുന്നതോടെ കത്രീന ചേച്ചിയുടെ ഒരു ദിവസം തുടങ്ങും. മകൻ വർക്കി, മകൾ ഫിലോമിന, പേരക്കുട്ടി സഞ്ജു എന്നിവരും ടീമിലുണ്ട്. തൃശൂർ നഗരത്തിലെ മിക്ക കെട്ടിടങ്ങളുടെയും നിർമ്മാണം തേടിയെത്തുന്നത് ഈ 89-കാരിയായ കോൺട്രാക്ടർ കത്രീന ചേച്ചിയുടെ അടുത്തേക്കാണ്. തൃശൂരിലെ പാറമേക്കാവ് ദേവസ്വം കെട്ടിടം, അമല ആശുപത്രി, രാഗം തിയേറ്റർ, സിറ്റി സെന്റർ, പൂങ്കുന്നം മേൽപ്പാലം, ചാലക്കുടി പാലം, പൊന്നാനിയിലെ വസന്തം തിയേറ്റർ തുടങ്ങി ഒരുപാട് കെട്ടിടങ്ങളും പണിതുയർത്തത് കത്രീന ചേച്ചിയുടെ വിയർപ്പിലാണ്. എപ്പോൾ വിളിച്ചാലും എവിടെയും പണിക്ക് തയ്യാറായ 30ഓളം പേരുണ്ട് ഇവർക്കൊപ്പം. വാർക്കപ്പണിക്ക് വേണ്ടതായ എല്ലാ വസ്തുക്കളും സ്വന്തമായുണ്ട്. 59 വർഷം മുൻപ് വീട്ടിലെ പട്ടിണി മാറ്റാൻ സിമന്റും മെറ്റലും കുഴയ്ക്കാൻ ഇറങ്ങിയതാണ് കത്രീന ചേച്ചി. വർഷങ്ങൾക്കിപ്പുറം രൂപത്തിൽ മാത്രമാണ് മാറ്റം. പല്ലു കൊഴിഞ്ഞിട്ടില്ല, വായിക്കാൻ കണ്ണട വേണ്ട, നല്ല കേൾവിശക്തിയുമുണ്ട്. വാർദ്ധക്യം വരെ തോറ്റുപോയി ഇവരുടെ മനക്കരുത്തിന് മുൻപിൽ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പണ്ടത്തെ 4ാം ക്ലാസ് എന്ന് പറഞ്ഞു. എന്നാൽ ഓരോ കോൺട്രാക്ട് പണിയുടെയും കണക്കും കാര്യങ്ങളും എല്ലാം എഴുതുന്നത് ഇവർ തന്നെ. എല്ലാം കൃത്യം. പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെ: ഒന്നുമില്ല, എല്ലാവരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്തോ അധ്വാനിച്ചാലും ജീവിക്കാൻ പഠിക്കുക. ഈ ഇത്ര വയസ്സായ ഞാൻ ഇങ്ങനെ അധ്വാനിച്ച് ഇങ്ങനെ 4 മണിക്ക് വടക്കനാടിൻ്റെ മുമ്പിലേക്ക് വന്ന് ജീവിക്കുമ്പോൾ എല്ലാവരും മറ്റൊരാളെ ആശ്രയം കൂടാണ്ട് ജീവിക്കണം. അങ്കമാലി മൂഴിക്കുളത്ത് നിന്ന് വന്ന തൃശൂരിലെ ചേറൂരിൽ വാടകയ്ക്ക് താമസമാക്കിയതാണ് ഇവരുടെ മാതാപിതാക്കൾ. ഭർത്താവ് ബേബി ജോൺ 20 വർഷം മുൻപ് മരിച്ചു. ഈ അധ്വാനങ്ങൾക്കിടയിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെയായി 4 വീടുകളും നിർമ്മിച്ചു നൽകി. സ്വന്തമായി എന്തുണ്ട് എന്ന ചോദ്യത്തിന് ചേറൂർ പള്ളിയിൽ തനിക്ക് വിശ്രമിക്കാൻ പാകത്തിന് ഒരു കല്ലറ പണിതിട്ടുണ്ടെന്ന പുഞ്ചിരിയോടെ മറുപടി. നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിസ്സഹായ വാർദ്ധക്യം മുന്നിൽ നിൽക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കാതെ ധീരമായി മുന്നോട്ട് നീങ്ങാനുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു ചട്ടി സിമന്റ് മിശ്രിതം കട്ടിയാകുന്നതിനേക്കാൾ ഉറപ്പും ശക്തിയുമുണ്ട് ഈ 89-കാരിയായ കത്രീന ചേച്ചിയുടെ അധ്വാനത്തിന്. ഓരോ സ്ത്രീക്കും മാതൃകയാക്കാവുന്ന ജീവിതം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഭരിത പ്രതാപ്.